മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 296 ഇന്ന് 7 മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ച 107 പേരെ തിരിച്ചറിഞ്ഞു. മരിച്ചവരിൽ 27 പേർ കുട്ടികളാണ്. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ 6 സോണുകളായി 40 ടീമുകളായാണ് തെരച്ചിൽ നടത്തുന്നത്. പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടുപോയ 4 അംഗ കുടുംബത്തെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചു. മുണ്ടക്കൈയിൽ നിന്ന് നിഷാദ് റാവുത്തർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിഷാദ്, 2 മണിയായിരിക്കുകയാണ്. ഇന്നത്തെ തെരച്ചിലിന്റെ ചിത്രം എന്താ? അമൃത, ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോഴും സജീവമായി രക്ഷാപ്രവർത്തനം എന്നല്ല, തെരച്ചിൽ ഇപ്പോഴും സജീവമായി തുടരുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന മുണ്ടക്കൈയിലാണ്. ഈ അപകടത്തിന്റെ ഏറ്റവും വലിയ വ്യാപ്തി നമുക്ക് കാണാൻ കഴിയുന്ന മുണ്ടക്കൈയിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചതെന്ന് വിചാരിക്കുന്ന സ്ഥലവും അതാണ്. അപ്പോൾ ഇവിടെ ചില സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. റാൻഡമായിട്ടുള്ള ഒരു പരിശോധന അല്ല ഇപ്പോൾ നടക്കുന്നത്. എല്ലായിടത്തും പരിശോധിക്കാമെന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക സൂചനകളോ അല്ലെങ്കിൽ സംശയങ്ങളോ അല്ലെങ്കിൽ ആളുകളിൽ ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള പരിശോധന, ഒപ്പം ഡോഗ് സ്ക്വാഡ് സ്പോട്ട് ചെയ്തിട്ടുള്ള മാർക്ക് ചെയ്ത സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് എല്ലായിടത്തും പരിശോധന നടക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടി വന്ന സ്ഥലങ്ങളിൽ, അതായത് വില്ലേജ് റോഡിലൊക്കെ ആണെങ്കിൽ ഇപ്പം മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, വലിയ തോതിലുള്ള കോൺക്രീറ്റ് കുന്നുകളും പാറക്കല്ലുകളും കനത്ത മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകമായി സ്പോട്ട് ചെയ്ത കേന്ദ്രങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നതാണ് മുണ്ടക്കൈയിൽ ഇപ്പോൾ പരിശോധന നടക്കുന്ന കേന്ദ്രം. ഇപ്പോൾ ഈ 2 എക്സ്കവേറ്ററുകൾ നടത്തുന്ന പരിശോധനയുള്ള സ്ഥലത്ത് അവിടെ ഒരു വലിയ വീടുണ്ടായിരുന്നു. ആ വീട് തകർന്നു പോയിരിക്കുന്നു. ആ വീട്ടിലെ ചില ആളുകളെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. അവർ ദുരിതാശ്വാസ ക്യാമ്പിലില്ല, മരിച്ചവരുടെ പട്ടികയിൽ അവരില്ല. അപ്പോൾ അവരെ കണ്ടെത്താനുള്ള കഠിനമായ പരിശ്രമം ഇവിടുത്തെ ദൗത്യ സംഘം നിർവഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുമാത്രം വലിയ അപകടമാണ് ഇവിടെ സംഭവിച്ചതെന്ന് കാണാൻ ഇപ്പോൾ ഏതാണ്ടൊരു ഏക്കർ കണക്കിന് 100 ഏക്കറിലധികമുള്ള സ്ഥലം ഇവിടെ സമ്പൂർണ്ണമായും നശിച്ചു എന്നാണ് ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടുത്തെ ആളുകൾ താമസിച്ചിരുന്ന വീടുകൾ ഏതാണ്ട് മിക്കവാറും എടുത്തു കളഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ എക്സ്കവേറ്ററിന് പുറകിൽ കാണുന്ന ഒരു ചെറിയ വീട് കാണാൻ, ആ വീടിനകത്തൊരു മരം ഇരിക്കുന്നത് കാണാം. വലിയ ഒരു മരം വലിയ ഫോഴ്സിൽ വന്നൊരു വീടിനകത്തേക്ക് ഇടിച്ച് ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്തുമാത്രമാണ് അതിൻ്റെ വലിപ്പം, ഉണ്ടായ അപകടത്തിൻ്റെ വ്യാപ്തി എന്ന് മനസ്സിലാക്കാൻ അത് മതി. ഇത് മാത്രമല്ല, ഇവിടെ റോഡ് സൈഡിൽ നമുക്ക് 2 ആൾ പൊക്കത്തിലുള്ളൊരു വലിയ പാറക്കല്ല് കാണാം. സാധാരണ നിലയ്ക്ക് മനുഷ്യർക്ക് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പോലും നീക്കാൻ കഴിയാത്തവ എങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ളതെന്ന് അത്ഭുതവും ഭയവും നമുക്ക് തോന്നും വിധത്തിൽ അത്രമേൽ ഭീകരം. ഒരുപക്ഷെ നമുക്ക് ഈ വിഷ്വൽസിൽ അത്രയും അതിൻ്റെ വ്യാപ്തി അളന്നെടുക്കാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത മഴ ഇവിടെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. മഴയ്ക്ക് പൂർണ്ണമായൊരു ശമനം ദീർഘനേരത്തേക്ക് ഇവിടെ ഇല്ല. ഇപ്പോൾ മുകളിൽ ഒരു 1.5 കിലോമീറ്റർ കൂടി മുകളിലേക്ക് പോയാലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാൻ കഴിയുക. 1.5 കിലോമീറ്റർ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് ജീവനാശം ഏറ്റവും കൂടുതൽ ഉണ്ടായത്. മുകളിലേക്ക് പോയാൽ പുഞ്ചിരിമട്ടം എന്നൊരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. അവിടെയും ആളുകൾക്ക് ജീവനാശം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നതിൽ നിന്നൊരു 3 കിലോമീറ്റർ താഴെയാണ് ഇതിൻ്റെ ഇത് പോയി അവസാനിച്ചതെന്ന് വേണ്ടി പറയാം. അതായത് ഈ ചൂരൽമല, അതിനപ്പുറം പോയാൽ വില്ലേജ് റോഡ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് അവസാനിച്ചത്. ബാക്കി പുഴയിലൂടെ ഒഴുകി നമ്മൾ മലപ്പുറം ജില്ലയിലടക്കം എത്തുന്നത് കണ്ടു. നമ്മൾ ഇവിടേക്ക് വന്നാൽ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് നോക്കണം. എൻ്റെ കൂടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടി ഉണ്ട്. ചേട്ടാ, നിങ്ങളിപ്പോൾ ഇവിടുത്തെ തെരച്ചിലിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഇപ്പോൾ ഈ എക്സ്കവേറ്റർ പരിശോധിക്കുന്ന സ്ഥലമൊക്കെ എന്തെങ്കിലും സംശയത്തിൻ്റെ പ്രത്യേക അടിസ്ഥാനത്തിൽ പരിശോധിക്കാം? അതെ, ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സംശയം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. ഈ മേലെയുള്ള വീട്ടിലൊക്കെ ആളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരാളെ മേത്ത് മരം അടിച്ചിട്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തിരയണത്. നിങ്ങൾ നേരത്തെയും ഈ സ്ഥലം പരിചയമുള്ള ആളാണോ? മുമ്പ് പരിചയമുള്ളതാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ തകർന്നിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ വീടുകളുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് വീടുകളായിരുന്നു. ഈ ഭാഗം ഇങ്ങനെ ഫുള്ള് കടകളായിരുന്നു. അതേമാതിരി ഇവിടെ ഈ സൈഡ് മൊത്തം കടകളായിരുന്നു. ഇവിടെ ഇങ്ങനെ കടകളായിരുന്നു, ഇത് കടകളായിരുന്നു. ഇത് ജസ്റ്റ് പറഞ്ഞ ഒരു ടൗൺ ആയിരുന്നു. ആ, ടൗൺ, ചെറിയൊരു ടൗൺ ആയിരുന്നു. നല്ല ആളുകളുള്ള നല്ലൊരു സ്ഥലമായിരുന്നു. കുറേ ഈ വീടുകളെന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഇപ്പം ചെറിയ വീടുകളായിരുന്നു അതോ കുറച്ചുകൂടി വലിപ്പമുള്ള വലിയ വീടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്? വലുതും ഉണ്ട്, ചെറുതും ഉണ്ട്. അതുകൊണ്ട് കോൺക്രീറ്റ് നല്ലപോലെ ഉണ്ടാവും. ഉണ്ട്. നല്ല കോൺക്രീറ്റ് വീടുകളുണ്ട്. നല്ല ആളുകളാണ് ഇവിടെ.